നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 367th day. Today 57th sloka of 5th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 367 ദിവസം. ഇന്ന് 5ാമത്തെ അധ്യായത്തിലെ 57ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 5ാമത്തെ അധ്യായത്തിലെ 57ാമത്തെ ശ്ലോകം. അഗതാശ്രാവിണാം പുംസാം നിഷ്ഫലം ജന്മകീർത്തിതം കിം മോഹദോ രക്ഷിതേന സുപുഷ്ടേന ബലീയസ. വീണ്ടും പറയുകയാണ്, ഈ കഥാശ്രവണം ചെയ്യാത്തവരുടെ ജന്മം നിഷ്ഫലമാണ്. മോഹം കൊണ്ടും മറ്റുള്ള കാര്യം കൊണ്ടും വളരെ പുഷ്ടിപ്പെടുത്തുന്ന ഈ ശരീരം നശ്വരമാണ്. അനശ്വരമായിട്ടുള്ളത് ആ ആത്മാവ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആ ആത്മജ്ഞാനത്തിനായി ആ ആത്മാവിനെ ഉദ്ധരിക്കുവാനായി, ആത്മാവിൻ്റെ സത്യം അറിയുവാനായിട്ട് ശ്രീമദ് മഹാഭാഗവത കഥ ശ്രവിക്കണം. അത് ശ്രവിച്ചാൽ മാത്രമേ നമുക്ക് മോക്ഷം ലഭിക്കുകയുള്ളൂ. അതിന് ഒരു സംശയവുമില്ല. ഇന്ന് വീണ്ടും വീണ്ടും ആ ശ്രീമദ് മഹാഭാഗവതത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് ഉറപ്പിച്ച് പറയുകയാണ്. ശ്രീ ശുഖബ്രഹ്മർഷി 4 ശ്ലോകങ്ങളിലായിട്ട് ഒരേപോലെ ഒരു ഇതിനെ പുഷ്ടിപ്പെടുത്തുവാനുള്ള, ഒരു വാക്യത്തെ സത്യമാക്കാനുള്ള ഇത് പറയുന്നത് കൊണ്ട് വീണ്ടും വീണ്ടും അതുതന്നെ ആവർത്തിച്ച് പറയുകയാണ്. ഈ ശരീരം, നശ്വരമായ ഈ ശരീരത്തെ നമ്മൾ മോഹം കൊണ്ടും ഭക്ഷണം കൊണ്ടും ഒക്കെ പുഷ്ടിപ്പെടുത്തുന്ന ഈ ശരീരത്തെ നിലനിർത്തുന്നത് ആ ആത്മാവാണ്. ആ ചൈതന്യമില്ലെങ്കിൽ ശരീരം തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ആ ചൈതന്യത്തെ പുഷ്ടിപ്പെടുത്തുന്ന ഈ ജ്ഞാനം, ആത്മജ്ഞാനം ലഭിക്കുവാൻ ശ്രീമദ് മഹാഭാഗവത ശ്രവണം വളരെ മുഖ്യമാണ്. അത് ശ്രവിച്ചേ പറ്റൂ എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കഥ ശ്രവിക്കാത്തവരുടെ, അകഥാ ശ്രാവിണാം പുംസാം, ഈ കഥ ശ്രവിക്കാത്തവരുടെ നിഷ്ഫലം ജന്മം നിഷ്ഫലമാണ്. കിം മോഹദോ രക്ഷിതേന സുപുഷ്ട. നമ്മുടെ ശരീരം നാം എങ്ങനെയാണ് പുഷ്ടിപ്പെടുത്തുന്നത് എന്നാണ് 2ാമത്തെ വരിയിൽ പറയുന്നത്. കിം മോഹം കൊണ്ടും മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടും രക്ഷിപ്പിക്കുന്ന ഈ ശരീരം നശിക്കുന്നതാണ് എന്ന് വീണ്ടും വീണ്ടും പറയുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. അഗതാശ്രാവിണാം പുംസാം നിഷ്ഫലം ജന്മ കീർത്തിതം കിം മോഹദോ രക്ഷിതേന സുപുഷ്ടേന ബലീയസ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കും.